ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മളുടെ ന്യൂട്രീഷൻ ഗാർഡനിൽ നിന്ന് കിട്ടിയ നമ്മളുടെ മിളകുകളെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാൻ റെഡിയായി നിർത്തിയിട്ടുണ്ടെന്ന് പറയാം, വേണമെങ്കിൽ നിൽക്കുന്നുണ്ടെന്ന് പറയാം. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഹാർവെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് പുതിയ ഒരു കാര്യങ്ങളും ഇല്ല. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് വേഗം സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ വെച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളുടെ ഈ ബുള്ളറ്റ് മുളകുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ന്യൂട്രീഷൻ കാർഡിൽ നിന്ന് കിട്ടിയതാണ് ഈ ബുള്ളറ്റ് മുളക് മൊത്തം. അപ്പോൾ അവരെല്ലാവരും നമ്മൾ ട്രിപ്പിന് പോകുമ്പോഴാണെങ്കിലും അതിന് മുന്നാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്നും പൊട്ടിക്കരുത്, കാരണം നമുക്ക് വീഡിയോ എടുക്കാനുള്ളതാണ്. അതിനു വേണ്ടി ഞാനിങ്ങനെ സാധാരണ നമ്മളെ വീട്ടിൽ മുളക് ഉണ്ടാവുമ്പോൾ നമ്മൾ വേഗം വന്ന് പൊട്ടിക്കും. ചുമക്കാനൊന്നും നിൽക്കില്ലല്ലോ, ചുമക്കാൻ നമ്മൾ നിർത്താറേ ഇല്ല. പക്ഷെ ഇത് വീഡിയോ എടുക്കേണ്ട കാരണം ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിക്കരുത്. അപ്പം അതുപോലെ തന്നെ പൊട്ടിച്ചിട്ടില്ല ആരും. നല്ല ഫ്രഷായിട്ട് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കണ പോലെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ക്യാമറയിൽ എനിക്ക് കാണുമ്പോൾ അത്ര ഭംഗി അങ്ങോട്ട് തോന്നുന്നില്ല. പിന്നെ ക്യാമറയുടെ കാര്യം പറയുമ്പോഴാണ് ഇന്ന് നമ്മളുടെ വീഡിയോ എടുക്കുന്നത്. സാധാരണ എൻ്റെ സ്റ്റാൻഡാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറ്. ഇന്ന് മോളാണ് വീഡിയോ എടുക്കാൻ സഹായിക്കുന്നത്. അവർക്ക് ആനുവൽ ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞ് ഇന്ന് 2 ദിവസം റെസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. സാറ്റർഡേ ഇന്ന് അവർക്ക് ഓഫാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അവരെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട്, ആനുവൽ ഡേ കഴിഞ്ഞിട്ട്. അപ്പോൾ അവരും രണ്ടുപേരും അവരുടെ ഫ്രണ്ട്സും അവരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അങ്ങനെ കുറച്ച് ഒരു 6 മണിക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു 7-8 മണിയായിട്ടാണ് വീട്ടിലെത്തി. അപ്പോഴേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്, എനിക്കിതിന് പകരമായിട്ടൊരു വീഡിയോ നിങ്ങൾ എടുത്ത് തന്നേ പറ്റുള്ളൂ. കാരണം അവർ സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ചില സമയത്തൊക്കെ എടുത്ത് തരാറുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു പാട്ടൊക്കെ. അപ്പോഴേക്കും അവർക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ പറയും പോയിക്കോളാൻ. അപ്പോൾ അങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഫുൾ ഒരാൾ നിന്ന് എനിക്ക് എടുത്തു തന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറേ പൊക്കിത്തരങ്ങൾ ആ വീഡിയോയിൽ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കേൾക്കേണ്ട വന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മളുടെ വയലറ്റ് മുളക് കണ്ടില്ലേ. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷേ വയലറ്റ് മുളക് അത് പഴുത്ത് കഴിഞ്ഞപ്പോൾ ചുമപ്പ് നിറയി. പക്ഷെ ഇതിന് എരിവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് പൊട്ടിക്കണുള്ളൂ. ഇതിപ്പോൾ നമുക്ക് എല്ലാ കറിയിൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട എങ്ങാനും ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് നോക്കാം, അപ്പോൾ അറിയാൻ പറ്റുമല്ലോ അതിന് എരിവുണ്ടോയെന്ന്. അങ്ങനെ തന്നെ കടിക്കാൻ എനിക്കൊരു പേടി, എങ്ങാനും നല്ല എരിവാണെങ്കിലോ. ചിലപ്പോൾ എരിവ് ഉണ്ടാവുകയില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു 3-4 കട ഉണ്ട്. ഈ ഒരു 10 എണ്ണം കൊണ്ട് 5 എണ്ണം തോന്നുന്നു അല്ലേ നമ്മൾ കുഴിച്ചിട്ട്. 5 എണ്ണം കുഴിച്ചിട്ട് 4 കട എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓർണമെൻ്റൽ എന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഉണ്ടായി നിൽക്കണത് തന്നെ, അതായത് ചെടി ഇറ്റ്സെൽഫ് നല്ല ഭംഗിയാണ് കാണാൻ. അതായത് നല്ല ബുഷിയായിട്ടാണ് വരുന്നത്. തല നമ്മൾ നുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നുള്ളിയിട്ടേ ഇല്ല. പക്ഷെ അവർ നല്ല പന്തൽ പോലെയാണ് നിൽക്കുന്നത്. ഞാൻ തന്നെ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇതിങ്ങനെ ഓരോന്ന് ഒടിഞ്ഞു വീഴണം. പക്ഷേ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത പോലെയാണ് അടിക്കണത്. ഞാൻ ഓസിൽ താഴെ വന്ന് വെള്ളം നനയ്ക്കൽ വളരെ കുറവാണ്, സമയം കിട്ടാറേയില്ല. അപ്പോൾ ഇങ്ങനെ മുകളിൽ കൂടെ ഇടും. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പുല്ലും കാര്യങ്ങളും നിറയണത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരും നല്ല വെയിറ്റ് അല്ലേ, ഇലകൾ നിറയെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വീഴാനുള്ള ചാൻസും കൂടുതലും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവർക്ക്. അപ്പോൾ അതിനൊക്കെ ചെറിയ 1-2 അങ്ങനെ വീണ് ഇതാവുണ്ടായിരുന്നു. അതിനൊക്കെ കുറച്ചൊന്ന് ഒരു കെട്ടിക്കൊടുക്കേണ്ട വന്നു. പിന്നെ നമ്മുടെ തക്കാളി ആണെങ്കിലും കണ്ടില്ലേ, കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില കൊമ്പുകളൊക്കെ തക്കാളിയുടെ ആണെങ്കിലും അങ്ങനെ വീണു ഇതായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മാളുവാണ് ഇപ്പോൾ വീഡിയോ എടുക്കണം. അവൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ഇതെന്താ ബ്ലാക്ക്ബെറി ബ്ലൂബെറി എന്താ ഇതെന്ന്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ആദ്യമായിട്ടാണ് ഈ മുളക് തന്നെ ഉണ്ടായി നിൽക്കണതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ കളറുള്ള മിളക് എന്ന് പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാനേ വയ്യ. ഈ കളറൊക്കെ മിളക് ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണേ ഇല്ല. ഞാൻ പറഞ്ഞാൽ കഴിച്ചു നോക്കിയേക്കോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർക്കൊരു സംശയമുണ്ട് എന്തായാലും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എൻ്റെ ഈ വേലി ഉണ്ടല്ലോ, ഈ ബാക്കിലേക്കുള്ളത്, ഈ ബാക്ക് യാർഡ് എന്ന് പറയുന്ന സ്ഥലം, അവിടേക്ക് ഇവർ കടക്കാറേ ഇല്ല. പ്രത്യേകിച്ച് ഇവർക്ക് പിന്നെ കോഴീനെ പേടിയവർക്ക്. അപ്പോൾ അതുകൊണ്ട് കോഴീനെ അഴിച്ചിടുന്ന സമയത്ത് ഒട്ടും വരാറില്ല. ഇപ്പോൾ കോഴീനെ ഞാൻ അങ്ങനെ അഴിച്ചൊന്നും ഇടാറില്ല. പക്ഷെ എന്നാലും ഇവർ അങ്ങോട്ട് കടക്കാറില്ല. പിന്നെ നമ്മളുടെ ലുലുകൾ ഉണ്ടാവാറുണ്ടല്ലോ, താറാവുകൾ, അവരെയും അവർക്ക് പേടിയാണ്. ആ ലുലു കൊത്തുമായിരുന്നു. എന്നെ കണ്ടാൽ കുഴപ്പമില്ല, വേറെ ആര് കണ്ടു കഴിഞ്ഞാലും അവർ ആക്രമിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം ഇവർക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരാറേ ഇല്ല.
അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നോക്കും. അതുപോലെ തന്നെ നമ്മളുടെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കത് അറിയില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോൾ 2 ആഴ്ച മുന്നേ ആദ്യമായിട്ടാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കുറച്ചധികം മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായത്. ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി അവർക്കത്. അത് ഭയങ്കര സർപ്രൈസായി, മിറാക്കിൾ തന്നെയായിരുന്നു അവർക്കത് കൊടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പം ഇത് നമ്മളുടെ ആകെ ഒരു എന്താ മിളകിൻ്റെ കടയിൽ നിന്ന് കിട്ടിയതാട്ടാ. എന്നിട്ട് ഞാൻ പിന്നെ കാണിക്കാം. നമ്മളുടെ 3 മിളകാണ് നന്നായി എന്താ പറയുക ഇങ്ങനെ ചുമപ്പ് കളറായിട്ട് വന്നിരിക്കണത്. ബാക്കി ഇനി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഇത് നമ്മളുടെ അക്വാപോണിക്സിലെ തക്കാളിയാണ്. തക്കാളിമേലും അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവണമൊക്കെ ഉണ്ട് അക്വാപോണിക്സിൻ്റെ. ഇതിൻ്റെ ഒരു വളത്തിൻ്റെ ചെറിയ കുറവുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെങ്ങനെ നമുക്കിങ്ങനെ അക്വാപോണിക്സിൽ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്ന് വടി വെച്ച് താഴെ മണ്ണിൽ തറച്ച് വടി വെച്ച് അങ്ങനെ കുത്തി കൊടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കയർ കെട്ടിയിട്ട് അതും അങ്ങനെ തൂക്കി എന്താ പറയുക പടരാൻ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇല്ലെങ്കിൽ അവർക്ക് അത്ര സപ്പോർട്ട്, കാരണം ഇവർ നിൽക്കണത് ഇതിലല്ലേ, മെറ്റലിലല്ലേ. അപ്പോൾ അധികം അങ്ങനെ വേരിങ്ങനെ ഉറച്ച് നിൽക്കണില്ല. അപ്പോൾ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ പറഞ്ഞ് ഇതാവും അങ്ങനെ. പിന്നെ ഈ വീഡിയോ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവള് എടുത്തതായ കാരണം തന്നെ ഇവള് തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇത്രയും നല്ല വീഡിയോ ഒരു യൂട്യൂബേഴ്സിന് ഉണ്ടാവില്ല എന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഇവരാരും എൻ്റെ വീഡിയോ കാണാറില്ല. പിള്ളേരാണെങ്കിലും കാണില്ല, ഹസ്ബൻഡാണെങ്കിലും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടോയെന്നൊന്നും, ഈ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ആൾക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു സൗണ്ടൊന്നും മ്യൂട്ട് ചെയ്യാതെ ഒരു വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. പിന്നെ കുറച്ച് ഞാൻ എടുക്കുകയാണെങ്കിൽ കുറേ അകലെ വെച്ചിട്ടാണല്ലോ എടുക്കാറ്. കാരണം എനിക്ക് ഞാൻ സ്റ്റാൻഡുമ്മ വെച്ചിട്ടല്ല എടുക്കണത്, അപ്പോൾ കവർ ചെയ്യാൻ. അപ്പോൾ ഇവളായ കാരണം അത് സൂം ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കണോണ്ട് ആ സൗണ്ട് കുറച്ചൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് എന്തോ കേട്ടപ്പോൾ എനിക്കത് ഇത് തോന്നി. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടി ആയിരിക്കും. ബോറടി അല്ല, ഇഷ്ടപ്പെടില്ല എന്നായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ നന്നായി എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും അവരെ കാര്യം ഞാൻ പിടിക്കും. ഇടയ്ക്കൊന്ന് വീഡിയോ എടുക്കാൻ സഹായിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. നന്നായി ഇല്ലെങ്കിൽ പിന്നെ കാര്യം പിന്നെ അല്ലെങ്കിലും ഇപ്പോൾ കിട്ടുമൊന്നുമില്ല അവരെ അങ്ങനെയൊന്നും. ഇനിയിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അവരും തിരക്കിലാണ്. പിന്നെ ഇത് നമ്മളുടെ മുളക് പാടം. ഇവിടുത്തെ മുളകുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയി വരുന്നേ ഉള്ളൂ. അവിടെ കുറച്ചും കൂടെ ഫാസ്റ്റായി. അവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെയാണ് കുറച്ചും കൂടെ നല്ല വളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് സ്ലോലിയാണ് ഇവരെ നമ്മൾ വളമൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി വന്നത്. അപ്പോൾ അതുകൊണ്ട് പതുക്കെയാണ് ഉണ്ടാവുള്ളൂ. പക്ഷെ നന്നായി പൂക്കുകയും കാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സാധാരണ നമ്മൾ മുളക് നട്ട് കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് ഒന്ന് പൂടാണ് സമയമാകുമ്പോഴേക്കും മൊത്തം മുരടിക്കും, മഞ്ഞല, പിന്നെ ഇങ്ങനെ ഇതൊക്കെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരാറുണ്ടല്ലോ. പക്ഷെ ഇപ്രാവശ്യം നോക്കിയേ, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കറക്റ്റായിട്ട് അവരൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാവരും വന്നു. അത് എനിക്ക് തോന്നുന്നു തൈയുടെ മാത്രമല്ല, കാരണം നമ്മൾക്ക് ന്യൂട്രീഷൻ ഗാർഡനിൽ നിന്ന് കിട്ടിയ തൈകൾ മാത്രമല്ല നമ്മൾ ആ വയലറ്റ് മുളക് എന്നൊക്കെ പറയണത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ വെണ്ടയാണെങ്കിലും ഈ തക്കാളി ആണെങ്കിലും നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതും ഇടയിലുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലാണ് വളരുന്നത്. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ കാരണമാണ് എനിക്ക് തോന്നണത് നമ്മൾക്ക് ന്യൂട്രീഷൻ ഗാർഡനിൽ നിന്ന് കിട്ടിയത് ആ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? നമുക്ക് കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ വെർമി കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് pH സെറ്റാക്കാനായിട്ട് കക്ക ഉണ്ടായിരുന്നു, നമുക്ക് വെർമി കമ്പോസ്റ്റ് വളം ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് സ്യൂഡോമോണസ് ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെന്തായിരുന്നു, പിന്നെ സമ്പൂർണ്ണ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് ഫുൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പൊടി അവർ തന്നിട്ടുണ്ടായിരുന്നു കൃഷിഭവനിൽ നിന്ന്. പിന്നെ ലെക്കാലീനിയം എന്ന് പറഞ്ഞിട്ട് ഈ മില്ലി ബഗ്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അവർ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ, അതായത് വിളവിനേക്കാളും കൂടുതൽ അവർക്ക് അധികം കുരുടിപ്പോ അങ്ങനെ എന്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയത്. അത് പ്രത്യേകം പറയണം കേട്ടോ. പിന്നെ നമ്മളുടെ വാഴയില, അപ്പുറത്തെ വീട്ടിലെ വാഴയിലയാണ്. ആ ചേട്ടൻ എനിക്ക് വെട്ടിയിട്ട് തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ധൈര്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്നത്, പൊട്ടിച്ചത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെടികൾ ഇല തിന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇല കൊണ്ടിട്ട് കൊടുത്തപ്പോൾ.
ഇലയൊക്കെ തിന്നും. വാഴയില അത് ജസ്റ്റ് കാണിക്കുകയും കൂടെ ഞാൻ ചെയ്തതാണ്. വാഴയില എല്ലാ ഇല എന്ത് വേണം എന്തിന് ഇപ്പോൾ ഒന്ന് അഴിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ മിളക് ഫുൾ മിളകും അവർ ക്ലീൻ ആക്കി തരും. ഇല മുഴുവൻ തിന്ന് ഇലയും മിളകും തിന്നും അവർ. അപ്പം അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ഇത്. അപ്പുറത്തെ വീട്ടിലെ വാഴകൾ എന്ന് പറയുന്നത് മൊത്തം ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ ഞാനിവിടേക്ക് ഇതൊക്കെ നട്ടിരിക്കണ കണ്ടപ്പോൾ ആ ചേട്ടൻ എന്തോ ഒരു ദയ തോന്നിയതുകൊണ്ട്, അല്ലെങ്കിൽ ഫുൾ ചാഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ചേട്ടൻ ഞാൻ കാണാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ഈ സൈഡത്തെ മൊത്തം ഇലയൊക്കെ വെട്ടിയിടും. കുറച്ച് ഇല ഇങ്ങോട്ട് വെട്ടിയിടും, കോഴികൾക്ക് കൊടുത്തോട്ടെ വെച്ചിട്ട് അടിക്കും. കുറച്ചില അങ്ങോട്ട് അവർ അതൊക്കെ എടുത്ത് മാറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രയും എന്താ പറയുക ഒരു 2-3 എണ്ണം ഇപ്പം ഇനിയിപ്പോൾ അടുത്തത് പൊട്ടിക്കാൻ പോകണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും അധികം എന്താ പറയുക ബുള്ളറ്റ് മുളക് കിട്ടി. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ബുള്ളറ്റ് മുളകിന് അധികം എരിവില്ല. ബുള്ളറ്റ് മുളക് പിറ്റേ ദിവസം ഞാൻ കറി വെക്കാനായിട്ട് എടുത്തു. പക്ഷേ മറ്റേ സിറാ മുളകിൻ്റെ അത്ര എരിവില്ല. മറ്റേത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, മുട്ട ഉണ്ടാക്കുമ്പോഴാണ് ഇടുള്ളൂ. ഏത് നമ്മളുടെ വയലറ്റ് മുളക് അത് പരീക്ഷിച്ചിട്ടില്ല. അത് പിന്നത്തെ വേറൊരു വീഡിയോയിൽ പറയാം, അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ട്. പിന്നെ ഇത് നമ്മളുടെ വഴുതിനിങ്ങ, നമ്മളുടെ ഒരു കുറേ വഴുതിനിങ്ങകൾ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു 4-5 എണ്ണം പിടിച്ചിട്ടുണ്ട്. അതിൽ ഒരു 2 എണ്ണമാണ് നല്ല ഉഷാറായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഇവരുടെ ഒരു ഇലയുടെ ഒരു ഷെയ്ഡ് കൊണ്ട് ഇവർ അത്ര അങ്ങോട്ട് നന്നായി വരുന്നില്ല. നോക്കാം. പിന്നെ നമ്മളുടെ അത്യാവശ്യം കോഴിമുട്ട ഇപ്പോൾ കണ്ടില്ലേ, ഒരു ദിവസം നമ്മളുടെ ഹാർവസ്റ്റാണ്. നമ്മളുടെ ഇതുണ്ടല്ലോ വെണ്ട ഒരു ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഞാൻ തൈ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നടാം. അപ്പോൾ വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 വെണ്ടക്കട മാത്രമാണ് ഉള്ളത്. ഇത് കണ്ടില്ലേ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഇത് പൊട്ടിക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു അവസ്ഥ. ആകെ കാടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ നാളെ നമ്മളുടെ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടുള്ള ചേട്ടൻ വരും സഹായിക്കാനൊന്നും പറയാൻ പറ്റില്ല. ആൾക്ക് നല്ല പണിയാണ്. നിങ്ങൾക്ക് കണ്ടാലേ അറിയാൻ പറ്റും ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയണത്. നിറയെ പുല്ലൊക്കെ ആയിട്ട് 1 മാസമായിട്ടുള്ളൂ. പക്ഷേ ഈ മഴയും എൻ്റെ ഈ മറ്റേ ഓസ് വെച്ചുള്ള നനയും എല്ലാം കൂടിയായിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് നിൽക്കണം. അപ്പോൾ ആൾക്ക് നല്ല പണിയുണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ കോഴിയുടെ കൂട്ടിലെ കുറേ ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അത്യാവശ്യം നല്ല കമ്പോസ്റ്റായിട്ട് അതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് പുതിയ ചകിരിച്ചോറ് അവരുടെ ഇടണം. ഇത് മുഴുവൻ കച്ചറകൾ പറിക്കണം, പുല്ല് പറിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞാൻ ഇന്ന് എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർവസ്റ്റ് ചെയ്ത് ചിലപ്പോൾ നാളെ ആ ചേട്ടൻ പുല്ലൊക്കെ പറിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എൻ്റെ മിളക്കെങ്ങാനും ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും നാൾ കാത്തു വെച്ച നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചാൽ മറ്റേ ചുമപ്പ മിളകൊക്കെ ചിലപ്പോൾ വാടിപ്പോവും. അത് കാരണം ഇന്ന് തന്നെ വേഗം എടുത്തത്, നാളെ ചേട്ടൻ വരുമ്പോഴേക്കും. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനൊരു നമ്മളുടെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബാക്ക് യാർഡ് ഗാർഡൻ്റെ ഒരു വീഡിയോ നമുക്കിടാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ 2 വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് കമ്പയർഡ് ടു അതർ വീഡിയോസ് എന്ന് വേണം പറയാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് കണ്ടു, കുറേ കമൻസ് വന്നിട്ടുണ്ട്, കുറേ ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാവർക്കും നന്ദി. കണ്ടവർക്കൊക്കെ കമൻസ് ഇട്ടവർക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ വീണ്ടും അതുപോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എന്താ പറയുക അഭ്യർത്ഥിക്കുന്നു. എന്ത് വേണമെന്ന് വിചാരിക്കാം. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ നല്ലൊരു പൊരിഞ്ഞ മഴ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.